ഇയാൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? സാറേ, CCTV മാത്രല്ല, എന്റെ മൊബൈൽ ഷോപ്പിന്റെ മുമ്പിൽ ആളെ കണ്ടവരുണ്ട്. അതെന്റെ വീടിന്റെ അടുത്തുള്ള മുത്തു എന്ന് പറഞ്ഞൊരു പയ്യനാ. ആ, പുറത്തുണ്ട്. ഒന്ന് വിളിക്കും. മുത്തോ, ഇയാളെ അന്ന് രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സാർ, ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. താൻ ഇയാളെ തന്നെയാണോ കണ്ടത്? അതെ സാർ, ഇയാളെ തന്നെ കണ്ടു. നീ ആ സമയത്ത് എന്തിനാ അവിടെ വന്നു? ഞാൻ ബാറിൽ ഇറങ്ങിയത് സാർ. കാരണം അടിക്കാൻ പോയതാണോ? അല്ല സാർ, ഞാൻ വെയിറ്ററായി ജോലി ചെയ്യുന്നു. അപ്പൊ അന്ന് കുറച്ച് സമയമായിപ്പോയി. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ഇയാളവിടെ നിൽക്കണ്ടായി. എടോ, അന്ന് ആ മൊബൈൽ ഷോപ്പ് കുത്തിപ്പൊളിച്ച് നീയാണോ? അല്ല സാർ. തെളിവ് മുഴുവൻ നിനക്ക് എതിരാണല്ലോ. സത്യം പറഞ്ഞോണോ? അല്ല സാർ. രാത്രി കളവ്, പകല് വണ്ടി ഓടിക്കുക അല്ലേ? സത്യം പറഞ്ഞോ? സാറേ, സത്യമായിട്ടും ഞാനല്ല. പണി കിട്ടും നിനക്ക്, മനസ്സിലായോ? സാർ ഒരു രണ്ടര പൊട്ടിച്ച സത്യം എന്ന് പറയും. ആ പണി ഞങ്ങൾ എടുത്തോളാം കേട്ടോ. ആ, ആരാ സാറേ? ഇദ്ദേഹത്തെ എനിക്ക് അറിയാം സാറേ. പിന്നെ താനാരോടോ? സാറേ, ഞാൻ ഇവിടെ അടുത്തുള്ളതാണ് സാറേ. ഞാൻ ഒന്ന് വാട്സപ്പ് തുറന്നു നോക്കിയപ്പോഴേ മൊബൈൽ ഷോപ്പ് കുത്തി തുറന്നെന്നുള്ളൊരു ന്യൂസ് കണ്ട് ഇദ്ദേഹത്തെ പറ്റി. സാറേ, മിനിഞ്ഞാന്ന് രാത്രി ഫുള്ള് ഇദ്ദേഹം എൻ്റെ കൂടെയായിരുന്നു. ഇയാളെ ഇതിനു മുമ്പ് നിനക്കറിയോ? ഇല്ല സാർ, ഇയാളെ അറിയില്ല സാറേ. അന്ന് രാത്രി വൈഫിന് സുഖമില്ലാത്തപ്പോഴേ പുറത്തിറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷനെ കിട്ടി. ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടൗണിലെത്താനായപ്പോൾ വൈഫിന് വല്ലാതെ ഛർദിയായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിർത്തി വൈഫിനെ ഛർദിച്ച് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. ചിലപ്പോൾ വണ്ടി നിർത്തി ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഷോപ്പിന് മുന്നിലാവാനാണ് സാധ്യത സാറേ. CCTV ഫുട്ടേജിൽ എത്ര സമയമായിരുന്നു? സാർ 12:10 അതിൽ കാണിക്കുന്നത്. നിങ്ങൾ ഇയാളെ വിളിച്ചുകൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എത്ര സമയം ഏകദേശം? സാറേ, വണ്ടി നിർത്തിയ സമയമാണെങ്കിൽ ആ സമയം ഏകദേശം അതൊക്കെ ആ സമയം തന്നെയാണ് ആയിരിക്കും അല്ലേ? എപ്പോഴായിരിക്കും തിരിച്ചു വിട്ടുണ്ടാവുക? സാറ് ഒത്തിരി വൈകിട്ടാണ് പോയത് സാറേ. കാരണം അവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ കാശിന് ലേശം കുറവുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പിന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ സാറേ, വൈഫിന് ബ്ലഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. വൈഫിനാണെങ്കിൽ ഒരു റെയർ ഗ്രൂപ്പാണ് ബ്ലഡിൻ്റെ. ഹോസ്പിറ്റലിലാണെങ്കിൽ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് അതായിരുന്നു. അങ്ങനെ ബ്ലഡൊക്കെ തന്നിട്ട് ഇയാൾ കുറച്ച് വൈകിട്ടാണ് പോയി. ഏകദേശം ഒരു 2-2:30 ആയിട്ടുണ്ടാവും സാറേ ഇദ്ദേഹം പോകുമ്പോൾ. ഇപ്പോൾ മനസ്സിലായ കാര്യം? ഒരു ഫുട്ടേജിന്റെ പുറത്തൊന്നും ഒരാളെ കുറ്റക്കാരനാക്കാൻ പറ്റില്ല. ഇയാൾ നിരപരാധിയാണെന്ന് ഇപ്പൊ ഇയാളെ മൊഴിയിൽ തന്നെ കാര്യം മനസ്സിലായത്. ഹലോ, വൈഫിനൊക്കെ ഉണ്ട് ഇപ്പോൾ? വൈഫിന് ചെറിയ ആക്കുണ്ട്. ICU റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ ഈ ന്യൂസ് കണ്ടപ്പോഴേ പെട്ടെന്ന് ഓടിയാണ്. വലിയ ഉപകാരം, ഒരിക്കലും മറക്കില്ല ഞാൻ. നിങ്ങൾ വന്നില്ലെങ്കിലേ ഞാൻ നാട്ടുകാരെ കുടുംബക്കാരെയും കൂടെ ഒക്കെ ആകെ കിട്ടരുത്. സോറി ബ്രോ, ക്ഷമിക്കും. ഹലോ സാറേ, ഞാനൊന്ന് പോയിക്കോട്ടെ. വൈഫ് ഒറ്റയ്ക്കാണ്. ഓക്കെ ചേട്ടാ. അതെ, ഒരു മിനിറ്റ്. എന്തേട്ടാ? ഈ ചെയിൻ ഇതെന്റെ വൈഫിന്റെ ചെയിനാണല്ലോ. ഇതെങ്ങനെ നിങ്ങളെ കയ്യിൽ? അതെ, ഹോസ്പിറ്റലിൽ പോയി തിരക്കിട്ട് അപ്പൊ വണ്ടിയും വീണതായിരിക്കാം. എനിക്ക് കിട്ടി. ഞാൻ രാവിലെ തരാൻ വേണ്ടി ഓടി ഇറക്കായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. വളരെ സന്തോഷം സാർ. എന്ത് ഞാൻ പോയിക്കോട്ടെ. ഓക്കെ ചേട്ടാ. ഹലോ, അയാള് തന്നെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച ആ നല്ല മനസ്സുണ്ടല്ലോ. അതെ സാർ, അതിന് ദൈവം കൊടുത്തുണ്ടോ അയാളെ നഷ്ടപ്പെട്ട മാൽ. ഇതോടെ പറഞ്ഞത് നല്ല ചെയ്തവൻ്റെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവും.